ഈ അക്വേറി അടിപൊളിയല്ലേ? ഈ അക്വേറി അടിപൊളിയല്ലേ? ഈ അക്വേറി അടിപൊളിയാണ് കേട്ടോ. പിന്നെ മീൻ അപ്പുറത്തേക്ക് പോവുക, അപ്പുറത്തെ മീൻ ഇപ്പുറത്തേക്ക് വരാ, ഒളിഞ്ഞിരിക്കാനൊക്കെ എത്ര വഴിയുണ്ട്. പിന്നെ നീ കണ്ടില്ലല്ലോ? കണ്ടോ? നോക്കി നോക്ക്. നമ്മള് പുതിയ വീട്ടിൽ അക്വേറി ഉണ്ടാക്കിയ ഈ കണ്ടില്ല? അതിന് അവൾക്ക് അവിടെ സമയം. അതിന്റെ ഉള്ളിൽ കിടക്കണ വലിയ മീനാണ് കേട്ടത്. ജീവനില്ലാത്ത മീന്. ഒരു പ്രാവശ്യം കൂട്ടാൻ വെച്ചാൽ പിന്നെ ഒരു കൊല്ലം കൂട്ടാൻ വെക്കണ്ട. ഇവിടെ വന്നു നോക്കോ സുകന്യെ. നമ്മുടെ പുതിയ അടുപ്പ് വെച്ചതാണ് കേട്ടോ. ഒരുപാട് താഴ്ചയൊന്നുമില്ല, അത് അത്ര ഉള്ളൂ കേട്ടോ. താഴ്ചയൊക്കെ കണ്ട ചിലവർ പറയുന്നുണ്ട് ആലുവ അടുപ്പ് കത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി വെക്കാം അല്ലേ? കത്താതിരിക്കുന്ന ആലുവ അടുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. ആർക്കെങ്കിലും ഉണ്ടോ? ഇഷ്ടംപോലെ കത്തുന്ന ആൾക്കാരുണ്ട് ചുറ്റുവട്ടത്തുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ആലുവ അടുപ്പ് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകണം. ഇനി ഇതൊക്കെ മാറ്റിയിട്ടില്ലേ, ഇവിടെ ടൈലൊക്കെ ഇടണം. അപ്പോൾ ടൈലൊന്നും ഇട്ടിട്ടില്ല, ടൈലൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ സാധാ അടുപ്പല്ലേ നല്ലത്? എനിക്കിഷ്ടം സാധാ അടുപ്പിനോടാണ് കേട്ടോ. പക്ഷേ ഇത് കത്തിച്ച് ശീലമുള്ള ആൾക്കാർക്ക് ഇതിനോടായിരിക്കും താല്പര്യം ഉണ്ടാവുക. നിങ്ങൾക്ക് ഏത് അടുപ്പാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് പറയൂ.